ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് 2 മുന്നണി, UDF LDF മാറി മാറി വരുമായിരുന്നു. LDF വരും, പിന്നെ UDF വരും, പിന്നെ LDF വരും, UDF വരും. ഇതിനൊരു അറുതി വന്നത് BJPയുടെ ശക്തമായ എൻട്രി കൂടെ കൊണ്ടാണ്. ND എന്ന പേരിൽ അവർ BDJSും കൂടെയൊക്കെ വന്ന് അവർ എൻട്രി ചെയ്തപ്പോൾ വോട്ട് 3 ആകും. 100 വോട്ടുണ്ടെങ്കിൽ 1000 വോട്ടുണ്ടെങ്കിൽ അത് 3ആയി മാറും. അതിലൊരു 20% മുതൽ 30% വരെ വോട്ട് BJP കൊണ്ടുപോകും. അതിൽ കാലാകാലങ്ങളായി BJP കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വോട്ട് മുഴുവൻ കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. കാരണം കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരും BJPക്ക് വോട്ട് ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റുകാരും BJPക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അഹങ്കാരത്തോടുകൂടി പറയുമായിരുന്നു, കേരളത്തിൽ വർഗീയതയെ ചെറുക്കാൻ, കേരളത്തിൽ വർഗീയത വളരാത്തത്, കേരളത്തിൽ ഹിന്ദുത്വം വളരാത്തത് ഞങ്ങളുള്ളത് കൊണ്ടാണെന്ന് CPM പറയുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കടപുഴകി. ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കണക്ക് അതിനെടുത്ത് നോക്കൂ. 35 സീറ്റിൽ നിന്ന് 50 സീറ്റിലേക്ക് BJP വളർന്നപ്പോൾ അവർ പിടിച്ചെടുത്തത് കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ കൂടിയാണ് എന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടി ജയിച്ച നിയമമണ്ഡലത്തിൽ, അതുപോലെ തന്നെ പ്രശാന്ത് ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ച കഴക്കൂട്ടം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ BJP വലിയ വോട്ട് പിടിച്ചു. ആരുടെ വോട്ടാണ് പിടിച്ചത്? കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ് പിടിച്ചത്. മാത്രമല്ല നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, പാർട്ടിക്കാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, മുൻ പ്രസിഡന്റുമാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒരുപാട് പേരെ BJPയിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിർണായക ശക്തിയാകും. 30% വോട്ടാണ് ഇപ്രാവശ്യം അവിടെ PK കൃഷ്ണദാസ് പിടിക്കുമെന്നുള്ള സർവേകൾ വന്നിട്ടുണ്ട്. പക്ഷേ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 33% ഉള്ളൂ എന്നറിയുക. 1.5% കൂടി പിടിക്കാൻ PK കൃഷ്ണദാസിന് കഴിഞ്ഞാൽ കൃഷ്ണദാസ് അവിടെ അത്ഭുതം സൃഷ്ടിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെന്ന് പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ശിവൻകുട്ടി നിൽക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. CP ജോണിൻ്റെ കാര്യം അത്ര സുഖകരമല്ല. കാരണം പല കാരണങ്ങളാൽ ആ മണ്ഡലത്തിൽ അവിടെ BJPക്കും വലിയ സ്വാധീനമുണ്ട്, കോൺഗ്രസിനും UDFനും വലിയ സ്വാധീനമുള്ളതാണ്. ഇപ്പോൾ ആൻ്റണി രാജ് മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആൻ്റണി രാജിൻ്റെ പാർട്ടിയുടെ സ്വാധീനമൊന്നും അവിടെ കുറയാൻ പോകുന്നില്ല. വലിയ മത്സരമാണ് നടക്കുന്നത്. അങ്ങനെ ചാത്തന്നൂരിലേക്ക് പോയാൽ, ചാത്തന്നൂരിൽ ഇപ്രാവശ്യം BJP ജയിച്ചാൽ അത്ഭുതമില്ല എന്നാണ് പറയുന്നത്. VB ഗോപകുമാർ കഴിഞ്ഞ പ്രാവശ്യം നിന്നു ഒരു സഹതാപ തരംഗം വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സൂരജ് രവി എന്ന് പറയുന്നത് അത്ര വലിയൊരു കാൻഡിഡേറ്റ് അല്ല. കൊല്ലത്തേക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് അത്ര നല്ല കാൻഡിഡേറ്റ് അല്ല. ഒരു രാജേന്ദ്രനാണ് CPI കൊണ്ട് മത്സരിക്കുന്നത്. അദ്ദേഹവും വളരെ നല്ല കാൻഡിഡേറ്റ് അല്ല. ഈ കാൻഡിഡേറ്റ്ഷിപ്പ് വെച്ച് നോക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന കഥ നോക്കുമ്പോഴും കൃത്യമായി 1ാം സ്ഥാനത്തേക്ക് BJP ചാത്തന്നൂരിൽ വന്നാൽ അതൊരു അത്ഭുതമായിരിക്കും സൃഷ്ടിക്കുന്നത്. കാരണം ചാത്തന്നൂരിലും കൊല്ലം കോർപ്പറേഷനിലും CPMൻ്റെ കോട്ടകളിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ CPMൻ്റെ കോട്ടകളിലും കോൺഗ്രസിൻ്റെ കോട്ടകളിലുമൊക്കെ BJP ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലങ്ങളിലുമായിട്ട് ജയിച്ചു വന്നൊരു ഭരണത്തിലേക്ക് വരാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അവർക്കായിട്ടില്ല. കാരണം കേരള കോൺഗ്രസ് ഉണ്ട് മധ്യ തിരുവിതാംകൂറിൽ, പിന്നെ മുസ്ലിം ലീഗ് കൊണ്ട് വടക്കോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് പാർട്ടികൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല. എന്നാലും 3ാം കക്ഷി എന്നുള്ള നിലയിൽ മാറി ഒരു നിർണായക കക്ഷിയായിട്ട് നിൽക്കാൻ, ജയിപ്പിച്ചില്ലെങ്കിലും ചിലരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന, ചിലപ്പോൾ അങ്ങനെ മറ്റൊരാൾ ജയിക്കുന്ന, അതായത് അവർ വിചാരിക്കുന്ന BJP വിചാരിക്കുന്ന ആളിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിചാരിക്കുന്ന ആളിനെ തോൽപ്പിക്കുന്നതിലൂടെ മറ്റൊരാളിനെ ജയിപ്പിക്കാൻ കഴിയുന്ന വേറൊരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറിത്തീർന്നിട്ടുണ്ട്. 3 മുന്നണികളും ശക്തമായി നിൽക്കുന്നു. മാത്രമല്ല ഇപ്പോൾ NDAയിൽ BDJSും ശക്തമാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല, അദ്ദേഹം തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പോകുന്നു. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രധാനമാണ് NDAയിലെ മറ്റൊരു സഖ്യകക്ഷിയായിട്ടുള്ള 2020 എന്ന് പറയുന്ന അവർക്കും 7-8 സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിച്ചു. അഖിൽ മാരാറിനെ അടക്കം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മത്സരമായിരിക്കും അവരും കാഴ്ചവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വോട്ടുകൾ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാർട്ടിയായി, മുന്നണിയായി BJP വന്നിട്ടുണ്ട്.
പക്ഷെ അങ്ങനെ വന്നപ്പോഴും എത്ര സ്ഥലത്ത് ജയിക്കുമെന്ന് അറിയാൻ കഴിയത്തില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, BJP കൊണ്ടുപോകുന്ന വോട്ടുകൾ ഒരുപാട് വോട്ടുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ചാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ മറ്റൊരു കാവ്യനീതി. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിന് ഗുണകരമായി വരാനുള്ള, എണ്ണം കൊണ്ട് കോൺഗ്രസ് ജയിക്കാനും UDF അധികാരത്തിൽ വരാനുമുള്ള സാധ്യതയും എഴുതി കളയാനാവില്ല. ഇനി വല്ല അന്തർധാരകൾ, ഓരോ മണ്ഡലത്തിലും അന്തർധാരകളും അടിയിൽക്കൂടെ അടിയൊഴുക്കുകളും ചർച്ചകളും ഒക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രം അറിയാൻ കഴിയും. എന്തായാലും ശക്തമായ മത്സരമാണ്, ത്രികോണ മത്സരമാണ്. ഒരു 10-40 മണ്ഡലങ്ങളിലെങ്കിലും കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ ത്രികോണ മത്സരങ്ങളിൽ BJP നേടുന്നത് വലിയൊരളവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ കൂടി ആയിരിക്കും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നൽകുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ ചിത്രം. അങ്ങനെ നൽകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് UDF ആയിരിക്കും. പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും UDF തോൽക്കുന്നതിന് BJP കാര്യമാകും, ഘടകമാകാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 2 നിന്നെങ്കിൽ, തീർച്ചയായിട്ടും 2 ആയിരുന്നെങ്കിൽ UDF പാട്ടും പാടി ജയിക്കുമായിരുന്നു. ഈ സതീശൻ്റെ 100 എന്ന് പറയുന്ന മാജിക്കൊക്കെ സുഖമായി കിടക്കുമായിരുന്നു BJP ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ BJP മുന്നണി കൂടെ വന്നപ്പോൾ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ BJP മുന്നണി പിടിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. കാര്യം NSSും SNDPയും ഒക്കെ പ്രവർത്തിക്കുന്നവർ BJPയിലുമുണ്ട്, കോൺഗ്രസ്സിലുമുണ്ട്. പലതിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വോട്ട് ചെയ്യുന്നില്ലെന്നും ബുദ്ധിമുട്ടുള്ളവരായിരുന്നില്ല. പക്ഷേ ആ കാലം മാറി. കോൺഗ്രസ്സിലുള്ളവർ കോൺഗ്രസ്സിലേക്ക് വോട്ട് കൊടുക്കുന്നൊരു കാലത്തേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് VD സതീശൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. ഇപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച ഇപ്രാവശ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് CPMൻ്റെ വോട്ടിൽ അതിൽ വലിയൊരു ഭാഗം വോട്ട് കൊണ്ടുപോകുന്നത് ഇപ്രാവശ്യം ഇടതുപക്ഷമല്ല. ആ ഉണ്ടാകുന്ന ചോർച്ചയിലുണ്ടാകുന്ന, ഇടതുപക്ഷത്തിലുണ്ടാകുന്ന ചോർച്ചയുടെ വോട്ടിൻ്റെ ഒന്നാം ബെനിഫിഷ്യറിയായി BJP വരികയും എന്നാൽ സീറ്റ് കൊണ്ടുള്ള ബെനിഫിഷ്യറിയായി UDF വരികയും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമുക്കിത് കാത്തിരുന്ന് കാണേണ്ടുന്നൊരു വിഷയമാണ്. വളരെ രസകരമായ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണാനുള്ളത്. കുറേ മണ്ഡലങ്ങൾ, ഇപ്പോൾ കണ്ണൂരിലെ പല മണ്ഡലം, ഇപ്പോൾ തൃക്കരിപ്പൂർ പോലുള്ള തൃക്കരിപ്പൂരിൽ കേരള കോൺഗ്രസ് ആളുകളാണ് മത്സരിച്ചത്. തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങൾ VPP മുസ്തഫ ഒക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ മണ്ഡലങ്ങൾ, മലമ്പുഴ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. അവിടെ BJPയുടെ കൃഷ്ണകുമാർ അവിടെയുണ്ട്, ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് അതിശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ CPMന് കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ പോലെ, ഒരു ഹോട്ടൽ വ്യവസായിയാണ് അവിടെ ആലോചിക്കുന്നത്, അതൊന്നും കിളിച്ചു പിടിക്കുന്ന സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മലപ്പുറത്ത് 10ഓളം സ്ഥലങ്ങളിലാണ് സ്വതന്ത്രം നിർത്തിയിരിക്കുന്നത്. CPMൻ്റെ ഒരു 10 സ്ഥലങ്ങളിലടക്കം സ്വതന്ത്രം നിർത്തിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വച്ചും ഒരു കൃത്യമായൊരു രാഷ്ട്രീയ വിശകലനം നടത്തിയാൽ വലിയ തോതിലായിരിക്കും ഇടതുപക്ഷത്തെ വോട്ട് BJPയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷ വോട്ട് പോകുന്നത് BJPക്കിലാണെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് UDF ആയിരിക്കും. നേരത്തെ തിരിച്ചായിരുന്നു. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ പോയിക്കൊണ്ടിരുന്നത് BJPക്കാണ്. അതിൻ്റെ ബെനിഫിഷ്യറിയായി വന്നുകൊണ്ടിരുന്നത് ഇടതുപക്ഷമാണെങ്കിൽ കാലം തിരിയുകയാണ്. ആരുടെ വോട്ടും BJPക്ക് കിട്ടാം എന്നുള്ള നിലയിലേക്ക് BJP വരുന്നു. ഇനി ഓരോ മണ്ഡലത്തിലും ആരുടെ വോട്ടാണ് BJP പിടിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ജയവും പരാജയവും കേരളത്തിൽ തീരുമാനിക്കപ്പെടുന്നത്.